ട്രാവൽ ട്രാക്ക് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോസ് ക്ലീറ്റസ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ബദാമിയിലെ കേവ്സാണ് കണ്ടത്. ഇപ്രാവശ്യം ബദാമിയിൽ തന്നെ ചാലൂക്യർ കെട്ടിപ്പൊക്കിയ കോട്ടയുണ്ട്. അതിനോട് വെച്ചിട്ട് അനുബന്ധിച്ചുള്ള അഗസ്തീർത്ഥവും ബോധനാഥ ക്ഷേത്രമൊക്കെയാണ് ഇപ്രാവശ്യത്തെ കാഴ്ച. അപ്പോൾ നമുക്കത് കാണാം. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഗുഹാക്ഷേത്രങ്ങൾ പോലെ ചാലൂക്യർ കെട്ടിപ്പൊക്കിയ കോട്ടയും അത്യപൂർവ സൃഷ്ടിയാണ്. വലിയ പാറക്കല്ലുകൾ അടുക്കി വെച്ച് പോലുള്ള കുന്നുകളാണ് ബദാമിയുടെ മൂന്ന് വശവും. പ്രകൃതിദത്തമായ ഈ കോട്ട ശത്രുക്കളെ അകറ്റി നിർത്തുവാൻ സാധിക്കുമെന്നുകൊണ്ടാകാം പുലികേശി തൻ്റെ ആസ്ഥാനമായി ബദാമിയെ തിരഞ്ഞെടുത്തത്. രണ്ട് കുന്നുകൾക്ക് മുകളിലായി വടക്കും തെക്കുമായി പാറക്കെട്ടുകളിലാണ് കോട്ട പണിതത്. വാച്ച് ടവർ, തുരങ്കങ്ങൾ, കാരാഗൃഹം, അന്തപുരം, കൊട്ടാരം എന്നിവയാണ് കോട്ടയിലെ കാഴ്ചകൾ. കോട്ട ചുറ്റി നടന്നു കാണാൻ കുറച്ചധികം സമയം വേണം. ഇപ്പോൾ നമ്മൾ കോട്ടയിലേക്ക് കയറുകയാണ്. കോട്ടയുടെ മുകളിലെ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. വളരെ ഇടുങ്ങിയൊരു വഴിയാണ്. അതായത് രണ്ട് മൂന്ന് പാറകളുടെ ഇടയിലൂടെ, പാറയുടെ വിടവിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ മുകളിലേക്ക് എത്താറായി. അവിടെയും കുറച്ച് നിർമ്മിതികളുണ്ട്. ഒരു മണ്ഡപവും ആനയുടെ ശില്പമൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട അഗസ്ത്യതീർത്ഥമാണ് കാണുന്നത്. കോട്ടയുടെ മുകളിൽ നിന്നുള്ളൊരു ദൃശ്യമാണിത്. ചുറ്റും ചുവന്ന നിറത്തിലുള്ള പാറകൾ. ഇനി നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. വളരെ ഇടുങ്ങിയ ഒരു വിടവിലൂടെയാണ് ഇറങ്ങേണ്ടത്. ഇവിടെ ഒരു തേനീച്ചക്കൂട് കാണാം. ഇവിടെ ഒരു കോട്ടവാതിലുണ്ട്. അതിന് രണ്ട് വശത്തുമായി ദ്വാരപാലകർ. ഇവിടെ ലോവർ ശിവാലയം. ശ്രീകോവിൽ മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. പുറംഭിത്തികൾ പൊളിച്ചു മാറ്റിയിരിക്കുന്നു. ശ്രീകോവിലിൻ്റെ വശങ്ങളിൽ ഇടനാഴികളുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയിട്ടൊരു വാച്ച് ടവർ ഉണ്ട്. അവിടെ ഒരു പീരങ്കി കാണാം. ബദാമി ടൗണിൻ്റെ ഒരു ഭാഗമാണ്.
ഇവിടെ ഭൂതഗണങ്ങളെ കാണാം. ഇനി അല്പം ചരിത്രം കേൾക്കാം. ചാലൂക്യ വംശത്തിൽ അറബ പീരീഡിൽ കടമ്പന്മാരെന്ന് പറയുന്നത് ആദ്യകാലത്ത് നമ്മുടെ വെസ്റ്റ് കോസ്റ്റ് ഭരിച്ചിരുന്ന ഈ ഭാഗമൊക്കെ ഭരിച്ചിരുന്ന ഒരു ഡൈനാസ്റ്റിയാണ്. ഈ കടമ്പന്മാർ ഏതാണ്ട് BC 3-ാം നൂറ്റാണ്ട് മുതൽ AD 3-ാം നൂറ്റാണ്ട് വരെ 4-ാം നൂറ്റാണ്ട് വരെ ഭരിച്ചിരുന്നു. ആ സമയത്ത് അവരുടെ ലോക്കൽ ചീഫ്റ്റിയനായിരുന്നു ഈ ചാലൂക്യർ. ഈ ചാലൂക്യർ അതിൻ്റെ അതെ അവർ ചേരരുമായിട്ടുള്ള യുദ്ധത്തിൽ കടബാസ് പരാജയപ്പെടുകയും അവസാനം കടബാസ് വനവാസി എന്ന് പറയുന്നതായിരുന്നു അവരുടെ ക്യാപിറ്റൽ. നമ്മൾ വനവാസിയിൽ നിന്ന് അവർ പിന്നെ ഗോവയിലേക്ക് ചുരുങ്ങി, അവരുടെ അധികാരം നഷ്ടപ്പെട്ടു. ആ സമയത്ത് ചാലൂക്യർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് അന്നുണ്ടായിരുന്ന ഒരു രാജാവാണ് രണരംഗൻ എന്ന് പറയുന്നത്. ആ രണരംഗനാണ് ആദ്യത്തെ രാജാവാകുന്നത്. അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു പുലികേശി ഒന്നാമൻ. അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇവിടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരുന്നു ഇവരുടെ അച്ഛനായിട്ട്, ഈ വാതാപി മാത്രം. ഇദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ചുറ്റുവട്ടത്തുള്ള രാജ്യങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ തുടങ്ങി. കടബാരുടെ കയ്യിൽ നിന്ന് കുറേ രാജ്യങ്ങൾ പിടിച്ചു. അദ്ദേഹത്തിൻ്റെ മക്കൾ 2 പേരായിരുന്നു. ഒരാൾ കീർത്തിവർമ്മനും വേറൊരാൾ മംഗളേശനും. ഈ കീർത്തിവർമ്മൻ മൂത്തവനായിരുന്നു. അദ്ദേഹം രാജാവായി. അതേ ഇടയ്ക്ക് AD 578-ലോ 570-കളിലോ അദ്ദേഹം മരിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുജനായിട്ടുള്ള ഈ മംഗളേശന് കൊടുക്കുന്നു. മംഗളേശൻ നല്ലൊരു അത്ര ഒരു ഫൈറ്ററൊന്നും ആയിരുന്നില്ല, പക്ഷേ ഒരുപാട് ഈ കലകളിലൊക്കെ താല്പര്യമുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇവിടെ ഈ കേവ് 3-ാമത്തെ കേവ് ഉണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ പീരീഡിലാണ്. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ ഭരണം സഹിക്കവയ്യാതെ വന്നപ്പോൾ ജ്യേഷ്ഠൻ്റെ മകനായിട്ടുള്ള പുലികേശി രണ്ടാമൻ ഭയങ്കര അഗ്രഗണ്യനായിട്ടുള്ള ഒരു ഫൈറ്ററായിരുന്നു. അങ്ങേര് മംഗളേശനെ കൊന്നുവെന്നും പറയുന്നു, അതല്ല വെറുതെ സ്ഥാനപ്രശ്നമാക്കിയെന്നും പറയുന്നു. അങ്ങേര് അധികാരം പിടിച്ചെടുത്തു. പുലികേശിയുടെ പീരീഡിലാണ് ഇത് അങ്ങ് നോർത്ത് ഇന്ത്യ വരെ വ്യാപിച്ചത്, സൗത്ത് ഇന്ത്യയിലൊക്കെ വ്യാപിച്ചത്. പിന്നെ ചാലൂക്യരുടെ ഭരണം ഏതാണ്ട് 7-ാം നൂറ്റാണ്ടോട് കൂടി തീരും. വിക്രമാദിത്യൻ 2-ാമൻ്റെ കാലത്തോട് കൂടിയിട്ട് കീർത്തിവർമ്മൻ 3-ാമൻ്റെ കാലത്തോട് കൂടി തീരും. അത് കഴിയുമ്പോൾ രാഷ്ട്രകൂടർ എന്ന് പറയുന്ന ഈ ചാലൂക്യന്മാരുടെ നാട്ടുരാജാക്കന്മാരായിരുന്നു. അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് അവർ ഇത് പിടിച്ചെടുക്കും. അപ്പോൾ അന്ന് ചാലൂക്യർ 2ആവും, വെസ്റ്റേൺ ചാലൂക്യേഴ്സും ഈസ്റ്റേൺ ചാലൂക്യേഴ്സും. വെസ്റ്റേൺ ചാലൂക്യേഴ്സ് ബീദർ ആസ്ഥാനമാക്കിയിട്ട് ഈസ്റ്റേൺ ചാലൂക്യേഴ്സ് ആന്ധ്ര ബേസ് ചെയ്തിട്ടും ഭരിക്കും. ആന്ധ്രയിലെ വേണൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അതും ആസ്ഥാനമാക്കി ഭരിക്കണം. അപ്പോൾ രാഷ്ട്രകൂടർ ഭരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ബഹാമി സുൽത്താനുമായിട്ട് വരുന്നത്. അങ്ങനെ പിന്നെ ബിജാപ്പൂർ സുൽത്താനായിട്ട്, പിന്നെ മുഗൾ, അതിൻ്റെ ഇടയ്ക്ക് ശിവജി, അങ്ങനെ ഓരോരുത്തർ വന്ന് അവസാനം ടിപ്പു സുൽത്താൻ്റെ കയ്യിൽ വരും. ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർ എടുക്കും. ചാലൂക്യരുടെ ചരിത്രം ബെന്നി സാർ വളരെ ഭംഗിയായി തന്നെ പറഞ്ഞു തന്നു. ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. പടി കയറി നമുക്ക് മുകളിലേക്ക് പോകാം. മുകളിലെത്തുമ്പോൾ ഒരു കൊടിമരം കാണാം. ഈ അടുത്ത കാലത്ത് സ്ഥാപിച്ചിട്ടുള്ളതാണത്. റിപ്പബ്ലിക് ദിനത്തിലും മറ്റൊക്കെ ഇവിടെ ഇപ്പോൾ കൊടി ഉയർത്തുന്നുണ്ട്. ഇവിടുന്ന് ഇറങ്ങി വീണ്ടും നമുക്ക് നടപ്പ് തുടരാം. ഇനി നമുക്ക് അപ്പർ ശിവാലയത്തിലേക്കാണ് പോകാനുള്ളത്. ഇവിടെ ഒരു കോട്ടവാതിൽ, വീണ്ടും പാറക്കോട്ടങ്ങളുടെ വിടവിലൂടെ യാത്ര. ഇത് വെടിക്കോപ്പുകളും ആയുധങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്ന ഒരു പുരയാണ്. മോൾഭാഗമൊക്കെ പിന്നീട് പണിതാണ്, കുറേയൊക്കെ മുമ്പ് തകർന്നു പോയിരുന്നു. മറ്റൊരു കുന്നിൻ്റെ മുകളിലാണ് എത്തിയത്. ഇതിൻ്റെ മുകളിലൊരു ചെറിയൊരു കുളമുണ്ട്. ഇവിടെ എപ്പോഴും വെള്ളം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇത് അപ്പർ ശിവാലയ, വടക്കൻ കുന്നിൻ്റെ ഉയർന്ന ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു വൈഷ്ണവ ക്ഷേത്രമാണ്.
കൂടിയാട്ടക്കാരനെ കാണാം, നമ്മുടെ സംസ്കാരമായിട്ട് നേരെ കണ്ണ്. അപ്പൊ ശിവപാർവതി പരിണയമാണ് അതിന്റെ അകത്ത് പ്രധാനപ്പെട്ട വിഷയം. അവിടെ വന്നിട്ട് ചാക്യാരുടെ പോലെ ഉണ്ട്. പിന്നെ വേറൊരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മന്മഥൻ അമ്പ് കൊലയ്ക്കുന്നത്, അപ്പോൾ അങ്ങനെ ശപിക്കുന്നത്, അങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങളാണ് ഈ കഥകളെല്ലാം ഇവിടെ കൊത്തിയിരിക്കുന്നത്. ഇത് അല്ല, ഇത് അരയന്നാണ്. കഴുത്ത് അങ്ങനെ. പിന്നെ ഇതെല്ലാം യുദ്ധത്തിന്റെ രംഗങ്ങളാണ്. ഈ പുരാണ കഥകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇവിടെ എല്ലാം ചിത്രീകരിച്ചിട്ടുള്ളത്. ഇത് അതിന്റെ അകത്ത് കയറുമ്പോൾ കാണാൻ കഴിയും. അന്നത്തെ വിൻഡോ ഉണ്ടോ, ഒറ്റ കല്ലിൽ തീർത്തിട്ടുള്ളൊരു വിൻഡോയാണ്. ശിവൻ തന്നെയാണ്. അതൊരു അമ്മയും കുഞ്ഞുമാണ്. ഒരുപക്ഷെ ശ്രീകൃഷ്ണന്റെ കഥയായിട്ട് ബന്ധപ്പെട്ടായിരിക്കട്ടെ കടയുന്നത്. പിന്നെ പൂതന വരുന്നുണ്ട്. ഇവിടെയൊക്കെ ഗോപികമാർ എല്ലാവരൊക്കെ മക്കളെയൊക്കെ എടുത്ത് പിടിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ പുറംഭിത്തികളിൽ ഒരു ചതുരാകൃതിയിലുള്ള ശ്രീകോവിലും അകത്ത് ഒരു പ്രദക്ഷിണപാതയും ഉണ്ട്. കിഴക്ക് ഭാഗത്ത് ഒരു തൂണുള്ള മണ്ഡപത്തിലേക്ക് ശ്രീകോവിൽ തുറക്കുന്നു. ഇതാണ് ആ പ്രദക്ഷിണ വഴി. ഇതിനകത്തേക്ക് കയറുമ്പോൾ ഒറ്റക്കല്ലിൽ തീർത്തൊരു ജനല കാണാം, റൗണ്ട് ഷേപ്പിൽ. ഇത് കണ്ടോ, ഒറ്റക്കല്ലിൽ തീർത്തിട്ടുള്ള ഒരു ജനല. അതുപോലെ തന്നെ ഒരു ജനല ഇവിടെയുണ്ട്, അത് വേറൊരു ഡിസൈൻ. അങ്ങനെ നമ്മൾ ശ്രീകോവിലിനെ പ്രദക്ഷിണം വെച്ച് പുറത്തിറങ്ങി. ഇനി ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ്. വന്ന വഴി കൂടെ താഴേക്ക് ഇറങ്ങുന്നു. അങ്ങനെ കോട്ടയുടെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് അഗസ്ത്യ തീർത്ഥത്തിലേക്കാണ്. മനുഷ്യനിർമ്മിതമായൊരു തടാകമാണിത്. അഗസ്ത്യമുനിയുടെ പേരിലാണ് ഇത്. ചാലൂക്യരുടെ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു തടാകം. അതിൻ്റെ ഒരു കരയിലാണ് രാവിലെ നമ്മൾ പോയ കേവ് ടെമ്പിൾ. മുന്നോട്ട് നടന്ന ഭൂതനാഥ ക്ഷേത്രം കാണാം. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. തടാകത്തിലേക്ക് ഇറങ്ങാനുള്ള പടവുകൾ ഗാലറി പോലെ കിടക്കുന്നു. തടാകക്കരയിൽ ഉയർത്തി കെട്ടിയ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലാണ് ഭൂതനാഥ ക്ഷേത്രം. പ്ലാറ്റ്ഫോമിന് മുകളിൽ കെട്ടി ഉയർത്തിയ വലിയ മണ്ഡപവും ഏതാനും ചെറിയ മണ്ഡപങ്ങളും ചേർന്നാണിത്. 7-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ചതാണ് വലിയ മണ്ഡപം. നമുക്ക് 3 തരത്തിലുള്ള സ്റ്റൈലാണ് ടെമ്പിൾ ആർക്കിടെക്ചറിലുള്ളത്. പ്രധാനമായിട്ട് കേരളത്തിന് അതിൽ ഉൾപ്പെടുത്താറില്ല. അതിൻ്റെ അകത്ത് ഇവിടെ ഉള്ളത് നഗരയും ദ്രാവിഡവും തമ്മിലുള്ള ഒരു മിക്സിംഗ് ഉണ്ട്. അതിന് നമ്മൾ പറയുന്ന വാസര എന്നാണ്. വാസര എന്നും പറയും, വെസര എന്നും പറയും ചിലർ. അപ്പോൾ അത് ഇത് രണ്ടും കൂടെ ഉള്ള മിക്സാണ്. നഗരവും അതുപോലെ തന്നെ ഇപ്പോൾ ഇത് തന്നെ, ഇത് വെസരയാണ്. ഇതിൻ്റെ ഈ മേൽവശം ദ്രാവിഡമാണ്, പാർശ്വഭാഗങ്ങൾ നഗര സ്റ്റൈലിൽ ചെയ്തിരിക്കുന്നത്. അത് നഗരയാണ് ആ കാണുന്നത്. അതിൻ്റെ അതേസമയത്ത് വസര ആവുമ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് ഇതിനാണ് വെസര സ്റ്റൈൽ എന്ന് പറയുന്നത്. അത് ഇവിടെയാണ് ഇവോൾവ് ചെയ്തത്. ഇവിടെ മീൻസ് ഈ ബദാമി, പട്ടടക്കൽ, ഐഹൊലെ, അതാണ് ഇതിനെ വേൾഡ് ഹെറിറ്റേജ് ആക്കുന്നതിനുള്ള ഒരു ക്രൈറ്റീരിയ അതായിരുന്നു.
ഇവിടെ ജൈന തീർത്ഥങ്കരന്മാരുടെയും വിഷ്ണുവിൻ്റെയും മറ്റും രൂപങ്ങൾ കാണാം. അങ്ങനെ ഭൂതനാഥ ക്ഷേത്രം കണ്ട് നമ്മൾ മടങ്ങുകയാണ്. അടുത്തായിട്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് പോകുന്നത് പട്ടടക്കിലേക്കാണ്.